ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കേറ്ററ്റിൻ്റെ സൈക്കോളജിയുടെ സെക്ഷനാട്ടോ നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേറ്ററ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൈക്കോളജി. സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി 1-നാണെങ്കിലും 2-നാണെങ്കിലും നമ്മൾ ലാംഗ്വേജ് എടുക്കുവാണെങ്കിൽ പോലും ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷണലായിട്ട് എന്തെങ്കിലും സെലക്ട് ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ പോലും സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് സൈക്കോളജി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഓരോരോ സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസും എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് നോട്ട് ചെയ്ത് തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് നിന്ന് മിനിമം ഒരു 5 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൾ ബ്രൂണറാണ്. ബ്രൂണർ എന്തിനാണ് പറയുന്നത്? ഡിസ്കവറി ലേണിംഗ്. ഓക്കെ, ഡിസ്കവറി ലേണിംഗ് എന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റിനകത്ത് വരണമെങ്കിൽ അപ്പം തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് ബ്രൂണർ വരണം. അതാണ് ആൻസർ. ആരാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ബ്രൂണറാണ്. ഓക്കെ, പിന്നെ വന്നിട്ട് സ്റ്റാൻഫോർഡ് ബെന്നറ്റാണ് IQ സ്കെയില് ഇൻവെൻറ്റ് ചെയ്തത്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം നോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ കിൽപെട്രിക് ആണ്. കിൽപെട്രിക് എന്താണ് ചെയ്തത്? പ്രൊജക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ഇൻവെൻറ്റ് ചെയ്തത്. ഓക്കെ, പ്രൊജക്റ്റ് മെത്തേഡ് എന്ന് ആരാണ് ഇൻവെൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിൽപെട്രിക്. പിന്നെ വന്നിട്ട് കോൾബെർഗ് എന്താണ്? ഡിഫൈൻഡ് മോറൽ ഡെവലപ്മെൻറ്റ് ആസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, അത് പഠിച്ചു വയ്ക്കുക. പിന്നെ മെയിനായിട്ടുള്ളത് ഈ 3 സ്റ്റേജസ് ആണ്. ഓക്കെ, പ്രീ കൺവെൻഷണൽ ലെവല്, കൺവെൻഷണൽ ലെവല്, പോസ്റ്റ് കൺവെൻഷണൽ ലെവല്. ഓക്കെ, ഈ 3 സ്റ്റേജസും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരാണ്? കോൾബെർഗ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നിട്ട് പിയാജെയിൽ 3 സ്റ്റേജസ് ഓർത്തിരിക്കുക. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ 3 സ്റ്റേജുകളിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ ആൻസർ പിയാജെ ആയിരിക്കും. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും നല്ലോണം ഓർത്തിരിക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ബ്രൂണറാണ്. തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റും പിന്നെ എനാക്റ്റീവ് ഐക്കോണിക് സിംബോളിക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനാക്റ്റീവ് ഐക്കോണിക് സിംബോളിക്. ഇത് പല ക്വസ്റ്റ്യൻസിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. എനാക്റ്റീവ് സ്റ്റേജ് ആരുടെയാണ് അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ് ആരുടെയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. പിന്നെ എബ്രഹാം മാസ്ലോ ആണ് ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഓക്കെ, അതും ഓർത്തിരിക്കുക, ഇതും ചോദിക്കാറുണ്ട്. പിന്നെ സ്പിയർമാൻ വന്നിട്ട് 2 ഫാക്ടർ തിയറിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ത്വാണ്ടക്കാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാട്ടോ. ത്വാണ്ടക്കിൻ്റെ എപ്പോഴും ചോദിക്കാനായിട്ടുള്ളതാണ്. അനാർക്കിക് ഓർ മൾട്ടി ഫാക്ടർ തിയറി, അതുപോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, SR റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി. ഇത് മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, SR റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയും. പിന്നെ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ്. ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്? ത്വാണ്ടക്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആട്ടോ. റെഡിനെസ്, എക്സസൈസ്, എഫക്റ്റ്. ഓക്കെ, അതും ചോദിക്കാറുണ്ട്. ഇനി വന്നിട്ട് തേഴ്സ്റ്റൺ. ഇത് തന്നെയാണ് പ്രൊണൗൺസിയേഷൻ എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം വന്നിട്ട് ഗ്രൂപ്പ് ഫാക്ടർ തിയറിയാണ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. പിന്നെ വന്നിട്ട് ഗാർഡനേഴ്സ്. ഇതും മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഗാർഡനർ ഓർത്തിരിക്കുക. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മൈൻഡ്, കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ് ലെവല്, പിന്നെ ID, ഈഗോ, സൂപ്പർ ഈഗോ. പിന്നെ വന്നിട്ട് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എറിക്സൺ വന്നിട്ട് സൈക്കോ സോഷ്യൽ തിയറിയും ഡെവലപ്മെൻറ്റ് ദാറ്റ് കണ്ടിന്യൂഡ് ത്രൂ ഔട്ട് ലൈഫ് സ്പാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എറിക്സൻ്റെയും ഓർത്തിരിക്കുക.
പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടത് പൗലവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരാണ് ഇൻവെൻറ്റ് ചെയ്തത്, കോൺട്രിബ്യൂട്ട് ചെയ്തത്? പൗലവ്. ഓക്കെ. പിന്നെ വന്നിട്ട് സ്കിന്നറിൻ്റെ എന്താണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. പൗലവിൻ്റെ നേരത്തെ പറഞ്ഞു ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണെങ്കിൽ സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകാതിരിക്കുക, നിങ്ങൾ നോട്ട് തന്നെ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ സ്കിന്നർ എന്ത് വെച്ചാണ് എക്സ്പെരിമെൻ്റ് നടത്തിയത്? റാറ്റ് വെച്ച്. ഓക്കെ, അതും എപ്പോഴും ചോദിക്കാറുണ്ട്. എല്ലാവരും എക്സ്പെരിമെൻ്റ് നടത്തിയത് എന്ത് വെച്ചാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഓർത്തിരിക്കുക. പിന്നെ ജസ്റ്റാർഡ് സൈക്കോളജി ഇതിനകത്ത് എപ്പോഴും കൊഹ്ലർ, കൊഫ്ക, വെൽത്തിമർ ഈ 3 പേരെയും വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിനകത്ത് പെടാത്ത ആരാണ്, ചുവടെ കൂട്ടത്തിൽ പെടാത്ത ആരാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ലോ ഓഫ് സിമിലാരിറ്റി, പ്രോക്സിമിറ്റി, ക്ലോഷർ, കണ്ടിന്യൂറ്റി ഇതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. പിന്നെ വെൽത്തിമറിൻ്റെ കോൺട്രിബ്യൂഷനാണ് പ്രൊഡക്റ്റീവ് തിങ്കിങ്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത് വന്നിട്ട് കൊഹ്ലറിൻ്റെ എന്താണ് ഇൻസൈറ്റ് ലേണിംഗ് ആണ്. ഓക്കെ, ഇൻസൈറ്റ് ലേണിംഗ് ആരാണ് കൊണ്ടുവന്നത്? കൊഹ്ലർ. അതിൻ്റെ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്താണ്? പെർസീവ്സ് ദ സിറ്റുവേഷൻ ആസ് എ ഹോൾ. ഓക്കെ, മൊത്തത്തിലായിട്ട് സിറ്റുവേഷനെ കാണുന്നതിനാണ് ഇനി ആ ഒരു കൊഹ്ലർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഏത് ഇയറിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. കൊഹ്ലർ എന്തിനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തതെന്ന്. ഓക്കെ, അത് ചിമ്പാൻസിയാണ്. ചിമ്പാൻസിയുടെ പേരെന്താണ്? സുൽത്താൻ. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, എപ്പോഴും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വന്നിട്ട് കുർട്ട് ലെവിൻ. ഇത് തന്നെയാണെന്നാണ് തോന്നുന്നു. എനിക്ക് പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ, സയൻറ്റിസ്റ്റിൻ്റെ പേര് വരുമ്പോൾ. അതിനകത്ത് ഫീൽഡ് തിയറി. ഓക്കെ, പിന്നെ വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് ബ്രൂണറിനെയാണ്. ബ്രൂണർ എന്തെന്നാണ് പറഞ്ഞത്? ലേണിംഗ് ടു ലേൺ. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അതപ്പോൾ ഓർത്തിരിക്കുക. പിന്നെ വൈഗോട്സ്കിയുടെ എന്ത് സംഭവം വന്നു കഴിഞ്ഞാലും അതിനകത്ത് സോഷ്യൽ എന്താണെങ്കിലും അതുണ്ടായിരിക്കും. അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കുക. പിന്നെ ഓസ്ബെൽ വന്നിട്ട് തിയറി ഓഫ് മീനിങ് വെർബൽ ലേണിംഗ്. ഓക്കെ, അത് മെയിൻ ആയിട്ടുള്ള പോയിൻ്റാണ്, അതും ഓർത്തിരിക്കുക. പിന്നെ അഡ്വാൻസ്ഡ് ഓർഗനൈസേഴ്സ്. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ലേണിംഗ് അഡ്വാൻസ്ഡ് ഓർഗനൈസേഴ്സ്. ഓക്കെ, അത് ഫുള്ളായിട്ട് വായിക്കേണ്ടായിരുന്നു, ഞാൻ പകുതി കട്ട് ചെയ്ത് വായിച്ചു കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഗാഗ്നേസിൻ്റെയാണ്. ഗാഗ്നെ എന്താണ്? ഹയറാർക്കി ഓഫ് ലേണിംഗ്. ഇത് ഈ പോയിൻറ്റ്സ് എല്ലാം പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ എഴുതിയെടുത്ത് പഠിക്കണം. ഇത് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 5 മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, മിനിമം ഒരു 5 മാർക്കെങ്കിലും കിട്ടും. മാക്സിമം 10-15 മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, പിന്നെ കോൾബോ വന്നിട്ട് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വന്നിട്ട് സ്ലിഗ്മൻ എന്നാണെന്ന് അറിയാൻ പാടില്ല പ്രൊനൗൺസിയേഷൻ. എന്താണെങ്കിലും പോസിറ്റീവ് സൈക്കോളജിയാണ് പുള്ളിക്കാരൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്, ആ ഒരു സയൻറ്റിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയാണുള്ളത്. നന്നായിട്ട് ഇതിൽ നിന്ന് വായിച്ച് പഠിക്കുക, നോട്ട് ചെയ്ത്